ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സമയം 11 മണിയായി. നന്നായിട്ട് എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റു. ഇനി നമ്മൾ കണ്ടിന്യൂസ് യാത്രയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും താമസിച്ചാണ് എണീറ്റത്. ഫുഡൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ദാ നമ്മളിന്ന് UAE തിരിച്ചു പോവുകയാണേ. അപ്പം അതിന് മുൻപേ നമ്മുടെ റൂമൊക്കെ എന്താ കാണിച്ചു തരാം. ഇത് 2 റൂമായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം. ഇതൊരു റൂം, ഇത് മറ്റൊരു റൂം. ഇതാ മുറിയിലുള്ള സൗകര്യങ്ങൾ. ഇതാ ഇവിടെ ഒരു സോഫയുണ്ട്. ഡൈനിങ് ടേബിൾ ഞങ്ങൾ അപ്പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. ഫാന്, AC, അതാ അതുപോലെ ഒരു TV ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. അതിനുള്ളിൽ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു കിച്ചണുണ്ട്. കിച്ചൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്രിഡ്ജുണ്ട്, അടുപ്പുണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതാ വാഷ് ബേസിനൊക്കെ ഉണ്ട്. എന്താ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഒരു ബെഡ്റൂം, സൈഡ് ടേബിളൊക്കെ ഉണ്ട്. ഇതാ ഒരു കബോർഡുണ്ട്, വലിയൊരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതാ അവിടെ നിറയെ വാഴത്തോട്ടാണ് കേട്ടോ. എന്തോ ഇതേ നമ്മളൊക്കെ 2 റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. സ്റ്റെപ്പ് ഇറങ്ങണോ? ലിഫ്റ്റിലൂടെ സാധനങ്ങൾ ഇറക്കി താഴേക്ക് കൊണ്ടുപോയി. ഇനി ഞങ്ങളിതാ നടന്ന് സ്റ്റെപ്പ് കൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണേ. ഇതുണ്ടോ? നമ്മുടെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിക്കകത്ത് സെറ്റാക്കിയിരുന്നു. ഇനി ചേട്ടായിയുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ പാക്ക് ചെയ്ത് കയറ്റാനുള്ളൂ. പാക്കിങ് കഴിഞ്ഞു. വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളിവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ഇറങ്ങി. ഇനി നേരെ ദുബായിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 വണ്ടിയിൽ യാത്ര ആരംഭിച്ചു. ഇനി ദുബായിലേക്ക്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30 ആകുന്നു. 12:20 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി ദുബായിലേക്കുള്ള യാത്രയിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് അങ്ങ് പോകാം. മക്കൾക്ക് ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാർ ബെഡൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മക്കളിതാ ഇരുന്നും കിടന്നൊക്കെയാണ് ഞങ്ങൾ യാത്ര. മാവച്ചന്റെ സലാല വണ്ടി. ബാഗ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കയറി ഫുഡ് വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ചേട്ടായി പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു 4-5 മണിയാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇന്നലത്തെ അത്ര മഴയൊന്നുമില്ലെന്ന് തോന്നുന്നല്ലേ. ഇന്ന് പുതിയ റൂട്ടാണോ പോണേ? പുതിയ റൂട്ടാണോ പോകുന്നേ? ഞങ്ങൾ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളെന്ന് പറഞ്ഞവർക്ക് മഴയായിരുന്നു. ഞങ്ങളിന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ മഴയും ഇല്ല, തെളിഞ്ഞ കാലാവസ്ഥ. ഇന്നലെയൊക്കെ ചാറ്റൽ മഴയായിരുന്നു, എല്ലാ ദിവസവും ചാറ്റൽ മഴയായിരുന്നു. ഇപ്പൊ മഴയും ഇല്ല. എന്തോ കാണുവാടാ. ഈ സ്ഥലത്തോടെ നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ വരുന്നേ, ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കുന്നുമലയും അങ്ങനെയുള്ള ഒരു വരിയിൽ കൂടിയാണ് കേട്ടോ. ഇതിനു മുന്നേ നമ്മൾ വന്നിട്ടുള്ളത് എല്ലാം പോയിട്ടുള്ളതും വന്നിട്ടുള്ളതും എല്ലാം ഈ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയായിരുന്നു. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ കടലിന്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നമുക്ക് അപ്പുറത്തൊക്കെ ഉണ്ട്. പോകുന്ന വഴിയുടെ 2 സൈഡിലും നമുക്ക് ഇപ്പോ ക്യാമലിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ അതിനെയൊക്കെ കണ്ടിങ്ങനെയാണ് പോകുന്നത്. ഡാൻസ് ഒരു മിനിറ്റ് ഇതേ ഹോഴ്സ് നിൽക്കുന്നുണ്ടോ? ഹോഴ്സ് അല്ലല്ലോ, അത് ക്യാമലല്ലേ? എന്താ നിൽക്കുന്നുണ്ടോ മരത്തിന്റെ വീട്ടില്? കണ്ടോ? കണ്ടില്ല?
ആ ക്യാമൽ ഫുഡ് കഴിക്കുക. പ്രൈവറ്റ് റോഡാണല്ലോ സ്ഥലമല്ല, നിർബാധ പോണ വഴിയാണ് നമ്മൾ പോണേ. അയ്യോ, ഇത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്യാത്ത വഴിയാണ് കേട്ടോ, സ്ഥലമാണിത്. ഇത് ഇവിടുത്തെ ടാക്സി വണ്ടി എന്ന് തോന്നണല്ലേ. കടല് ഇതേ സൈഡിൽ നോക്ക്. ഇപ്പൊ കാണാം. ഓ, ഇതിങ്ങനെ ഇത് വെച്ചേക്കുന്നവരെ കാണത്തില്ല അല്ലേ. ഇത് കണ്ടോ, കടല് കണ്ടോ? ക്യാമലുണ്ടോ അവിടെ? പശുക്കളുണ്ട്. പശു കൗല്ലേ, കൗ. നീ ഇവിടെ തന്നെയായിരിക്കും അങ്ങ് വരെ പോണല്ലേ, കൊറേ ദൂരം മലേ. അതാ ഞങ്ങള് പോകുന്നതിൽ ഒരു സൈഡ് കടലും ഒരു സൈഡില് ചെറിയ കുന്നും. ഇതാ ക്യാമറ നിൽക്കുന്നത് കുഞ്ഞുങ്ങളെ. ഭയങ്കര കാറ്റാണ് കേട്ടോ പുറത്ത്. നമുക്ക് അതുപോലെ നല്ല സ്പീഡിലാണ് വണ്ടിയും പോകുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഗ്ലാസ് താത്തിയിട്ട് വീഡിയോ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര കാറ്റാ. എത്രയിലാ പോണേ? 140 ഭയങ്കര കാറ്റ്, പിടിക്കാൻ പറ്റുന്നില്ല. പിടിച്ച് താമസമൊക്കെ ഉള്ള ഏരിയ തോന്നുന്നു അല്ലേ. കുറേ വീടുകളും ഒക്കെ ഉണ്ട്, വില്ലാസ്. കൗവഴിയിലുണ്ട് കൂട്ടമായി കൗവഴിയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒട്ടകമായിരുന്നല്ലേ വഴിക്ക്. ഇങ്ങനെ നമ്മൾ ഏടന്റെ സൈഡിൽ 3 കൗ. ബുദ്ധിമുട്ടാവൂലേ? അങ്ങോട്ട് ചെല്ലുമ്പോ എങ്ങനെ അറിയത്തില്ലല്ലോ. വേറെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ, 1-2 വണ്ടികളൊക്കെ ഉള്ളു. കട്ട. ഇതൊരു ക്യാമല്. ഈ സൈഡിൽ 2 ക്യാമലുണ്ട് കേട്ടോ. ചെറുതല്ല, ഒട്ടക്കുന്ന് പോലെ അല്ലേ. എഗേനും ഇല്ലടാ. എഗേൻ വരട്ടെ, കാണിച്ചു തരാം.
ഒരേ കമ്പി കൂടി ചാടുമ്പോഴും ഞാൻ എടാ കുഞ്ഞുങ്ങളെ കളി കാര്യാകല്ലേ. പൊന്നമ്മേ സീമോനല്ലേ ഇപ്പൊ അപ്പ തപ്പിക്കൊണ്ടിരിക്കുക പാട്ട് ഇപ്പൊ വെക്കും. എന്താടാ കുഞ്ഞാ സ്റ്റക്കായോ? കാണാൻ കാണാൻ എങ്ങോട്ട് നോക്കി കടല് കണ്ടോ? വരുമോ 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 കാണാൻ കാണാം. നമ്മള് വരുന്ന വഴിക്കൊക്കെ കടലുണ്ടടാ, ചെറുതായിട്ട് പോഷൻ കാണാം. ഉണ്ടോ? ഇനി അങ്ങോട്ടൊരു കുന്നും മലയും. വണ്ടി നിർത്തി ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പോർഷൻസേ കാണത്തുള്ളൂ അല്ലേ? നല്ല കല്ലുള്ളത് നല്ല പാലെടുക്കരുത് വേണോ? കടലിൽ ഇറങ്ങി പായലെടുക്കണ്ട. സൈഡിൽ കൂടെ മൊത്തം പായലാണ്. കടൽ കാറ്റിൻ നടുവിൽ ഇവിടെയൊക്കെ ചെറിയ ആൾത്താമസം ഉണ്ടല്ലേ ഇപ്പത്തെ സൈഡില്. കടൽ കാറ്റുകൊണ്ട് കുറച്ച് നേരം പിരിക്കണം. ഇത് കുറച്ച് നീളത്തിലുണ്ടല്ലോ. നല്ല സമയമായോ? വിശക്കാൻ തുടങ്ങിയോ? 12 മണിയായിപ്പോ. ശരി ഇവിടെ പോട്ടെ. പതയായിരിക്കും. അയ്യോ ചെറുപ്പത്തണ്ട.
കടലിൻ്റെ ഇതുണ്ടോ ഹൈറ്റ് നല്ല കുഞ്ഞ് ഇതാ ഓപ്പോസിറ്റ് സൈഡിൽ കടൽ. ഷേപ്പിലാണല്ലേ കല്ലുകൾ ഈസുണ്ട് കല്ലുകൾ. രക്ഷിക്കാൻ പോലും ഒരു മനുഷ്യല്ല, അറിയാൻ പോലും ഇല്ല അല്ലേ. മേഘത്തിനെ കാണാൻ എന്താ ഭംഗിയാന്നൊക്കെ. കടൽക്കാറ്റല്ലേ. സൗണ്ടാണല്ലേ. നമ്മളിങ്ങനെ പോകുന്നു, നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റിലല്ലേ കാറ്റ്, ഇങ്ങനെ കാട്ടിരിക്കുന്നത്, ഇങ്ങനെ കാട്ടിരിക്കുന്നത്. അടിപൊളി വഴിയല്ലേ, മരുഭൂമിയെ കൂടെ നിങ്ങൾ സെറ്റപ്പല്ലേ. ഇതങ്ങനെ കുറേ നേരം, ഏകദേശം നമ്മൾ ഒരു 1.5 മണിക്കൂറായാലും ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആൾ താമസമുള്ള ഒരു ഏരിയ കാണുന്നത്. കടലിൻ്റെ സൈഡാണ്. ചേട്ടായി കയറുവാണോ? അല്ല, ചേട്ടായി കയറുന്നതായിരിക്കും. കുറേ ഉണ്ട് ആൾക്കാരെ ഉള്ള താമസമുള്ള ഏരിയയാണ്. ബോട്ട് ഓർണം കണ്ടോ, ബോട്ട് അങ്ങ് നോക്ക്. ആ അതെ, വള്ളമാണോ അത്? ഒരെണ്ണം ബോട്ടാന്ന് തോന്നുന്നല്ലേ, ഇത് 2 വള്ളമാണെന്ന് തോന്നുന്നു.
സ്ട്രൈറ്റ് ചെയ്യേണ്ട ഒരു വഴിയാണ്. അതൊരു വീടല്ലേ? ഇവിടെ പോലെ എന്തോ. മാഷ്. ഇപ്പം നമ്മൾ ചെറിയൊരു ചെക്ക് പോസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ആർമി ചെക്ക് പോസ്റ്റ് എന്തോ സംഭവം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. മണ്ണാണിത്, മണ്ണല്ല, കല്ലും ഒന്നും കൂടി ചേർന്ന് എന്തൊരു സംഭവം, കല്ലാണ്. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിർത്തി വണ്ടി നിർത്തി. ഇതാ ഇപ്പം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇതെന്ത് ഹൈറ്റാലേ? അയ്യോ, അതെന്ത് എന്ത് ഇതാ ഷേപ്പിലല്ലേ കട്ടായേക്കുന്നേ? ആ ഒരു പീസ് പോന്നാ ഡിങ്കിടിങ്കിടിങ്കിടിങ്ക്. ഇതിന്റെ സൈഡിൽ കടലാണ്, കടൽ കാണത്തില്ല. പിരിപിരിന്നുള്ള വരാത്ത വീഴാതിരിക്കാൻ വേണ്ടിയായിരിക്കും കല്ലുകൾ അല്ലേ? 10 ബാക്കി അവിടെ പോയി. കുറച്ചൊരു സിമെന്റ് ഒക്കെ തീർത്തിട്ടുണ്ടേ, മറ്റേ ഇത് ഒഴിച്ചിട്ടുണ്ട്, പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴാതെ. പക്ഷെ എന്നാലും എന്ത് സ്ട്രോങ് ആയിട്ടാ വഴി ഇട്ടേക്കുന്നതൊക്കെ. വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ ഇതിൽ യാത്രയുള്ളൂ അല്ലേ? ഇവിടെ ഗ്യാസ് ആയിട്ട് നോക്കിക്കേ. ആദ്യത്തെ വ്യൂ പോയിന്റ് ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ചും വന്ന ഒരു 8-10 കിലോമീറ്റർ വന്നോ? 8-10 കിലോമീറ്റർ എത്തിയോ? അപ്പോഴേക്കും അടുത്തൊരു വ്യൂ പോയിന്റ് വന്നിട്ട് ചെറിയൊരു തടാകം. പനയാൻ തോന്നണല്ലേ അത്? പനയാണോ? ഇതുകൂട്ടാണോ? ഈന്തപ്പനയാണല്ലേ? ഈന്തപ്പനയുടെ ചെറിയൊരു തോട്ടം, ചെറിയൊരു തടാകം, വെള്ളം ഒഴുകുന്ന പോലെ. അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല. സ്റ്റാൻഡ് അല്ലാത്തത് കൊണ്ടുണ്ടല്ലോ. ഇതേ ഒരു കല്ലിരിക്കണോ ഏറ്റവും മണ്ടയില്? എന്ത് ഉയരത്തില്ല?
ഇപ്പോൾ സമയം 3:40 ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തോട് യാത്ര ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ മിച്ചമായില്ലേ. 2 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ഇതേ ടൈപ്പ് വഴി കൂടി തന്നെയാണ് കേട്ടോ യാത്ര. മക്കൾ രണ്ടുപേരും പുറകെ കിടന്ന് ഉറങ്ങുകയാണ്. ഞങ്ങളിതാ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ വണ്ടി നിർത്തിയതാണേ. ഞങ്ങളിതാ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് കടലിൻ്റെ തീരത്തിരുന്ന് ഫുഡ് കഴിക്കുക. മെറീനെ കടലിൽ തീർത്ത് ഫുഡ് കഴിക്കുന്നത്. മെറീനെ കടലിൽ തീർത്ത് ഫുഡ് കഴിക്കുന്നത്. അതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം സമയം 4:30 ആയിട്ടോ. 4:30 കഴിഞ്ഞു. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 13 മണിക്കൂർ അല്ലേ? 12.5 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ദുബായിലെത്താൻ, വീട്ടിലെത്താൻ. കോട്ടക്കത്തോടെ നോക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ദാ സൂര്യൻ അവിടെ അസ്തമിക്കാറായിട്ടുണ്ട്. മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര. കടലിന്റെ വ്യൂ കഴിഞ്ഞു. ഇനി മരുഭൂമിയാണ് കേട്ടോ മുഴുവൻ. അതുകൊണ്ട് നോക്കിയുടെ പൊടിക്കാറ്റ് വരുന്നേ. ഇതാ ഞങ്ങള് സലാലയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഇപ്പൊ ദാ സമയം 8:20 നല്ല പൊടിക്കാറ്റാണ്. വെള്ളം വേണം തരാം. നല്ല പൊടിക്കാറ്റാണ്. ഏകദേശം 1 മണിക്കൂറായിട്ട് ഞങ്ങളിങ്ങനെ പൊടിക്കാറ്റിൽ കൂടിയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇതാ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു. രാത്രി 11:30 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇബ്രിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. ചേച്ചി എല്ലാത്തിൻ്റെ കൂടെ സോസ് ഒഴിച്ചാണ് കഴിക്കുന്നത്. ചാർക്കോൾ, മിക്സ്
ഗ്രിൽ. Then you have Jackson. നമ്മളിപ്പോൾ ഇബ്രിന്ന് ഫുഡ് കഴിച്ചിറങ്ങി, സമയം വേസ്റ്റ് ആക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ജ്യൂസ് കയ്യിലിരിക്കുകയാണ്, കുടിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മളിനി യാത്ര ആരംഭിച്ചു. ഇനി നമുക്ക് ബോർഡർ കിടക്കാനുണ്ട്. ഒമാൻ്റെ ബോർഡറിൽ ചെക്കിംഗ് ഉണ്ട്, അതിനുശേഷം നമ്മുടെ UAE ബോർഡറിലും ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട്, ഇവിടുന്ന് യാത്രയുണ്ട്. അപ്പോൾ ഇനി അത് രണ്ടും കിടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. 1 മണിക്കൂറാ? ഓക്കെ. ഇപ്പോൾ സമയം 1 മണി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സമയം 3 മണി ആവാറായി. UAE ബോർഡറൊക്കെ കടന്നു, ജസ്റ്റ് കിടന്നിട്ടേ ഉള്ളൂ. ഇനി നേരെ ഷാർജയിലേക്ക്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ, രാവിലെ. നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോൾ ആരംഭിച്ച യാത്രയാണ്. ഇന്നിപ്പോൾ വെളുപ്പിന് 5 മണിക്കാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.